ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 81-ാമത്തെ ദശകം നോക്കാം. കാളിന്ത്യാദി വിവാഹവും പാരിജാത ഹരണവും. ഒന്നാമത്തെ ശ്ലോകം. സ്നിഗ്ധാം മുഗ്ധാം സതതമഭിതാം ലാളയൻ സത്യഭാമാം യാദോ ഭൂയ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരഭിമനാഗാസ്ഥിതോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമഭി വിഭോ സംവിധായാഗതോ ഭൂഃ. പദമുറിച്ച് പറയാം. സ്നിഗ്ധാം മുഗ്ധാം സതതമഭി താം ലാളയൻ സത്യഭാമാം യാദഃ ഭൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരഭി മനാഗാസ്ഥിതോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമഭി വിഭോ സംവിധായാഗതോ ഭൂഃ. സ്നിഗ്ധാം സ്നേഹശീലയും മുഗ്ധാം ലജ്ജാവതിയും ആയ താം സത്യഭാമാം ആ സത്യഭാമയെ സതതം അഭിലാളയൻ എല്ലായ്പ്പോഴും ലാളിച്ചുകൊണ്ടിരുന്ന ഓമനിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ആ ഓമനിച്ച് സത്യഭാമയെ ലാളിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് പിന്നെ പിന്നീട് തയാസഹ ആ സത്യഭാമയോട് കൂടിയിട്ട് അവളോട് കൂടിയിട്ട് എന്ന് പറയുമ്പോൾ സത്യഭാമയോട് കൂടിയിട്ട് യാജ്ഞസേനീ വിവാഹം യാദഃ ഖലു യാജ്ഞസേനീ വിവാഹത്തിന് പോയിരുന്നുവല്ലോ. അപ്പോൾ യാജ്ഞസേനി എന്ന് പറയുമ്പോൾ പാഞ്ചാലിയുടെ വിവാഹത്തിന് പോയിരുന്നുവല്ലോ. പിന്നീട് പാർത്ഥപ്രീത്यै പാർത്ഥന്മാരുടെ പ്രീതിക്കായിക്കൊണ്ട് കുന്തിപുത്രന്മാരുടെ താല്പര്യത്തിനായിക്കൊണ്ട് ഹസ്തിപുര്യാം മനാക്ക് ആസ്ഥിത ഹസ്തിനപുരിയിൽ മനാക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം ആസ്ഥിത അവിടെ താമസിച്ചു. വിഭോ ഗുരുവായൂരപ്പ ശക്രപ്രസ്ഥാംപുരം സംവിധായ ശക്രപ്രസ്ഥം പുരം എന്ന് പറയുമ്പോൾ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ആ നഗരം സംവിധായ ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ ഒരു നഗരം പാണ്ഡവന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും കൂടി ചെയ്തിട്ട് ആഗതഃ അഭൂഹു അവിടുന്ന് ദ്വാരകയിലേക്ക് മടങ്ങി വന്നു. അപ്പം ഇവിടെ സത്യഭാമയുമായിട്ട് അങ്ങനെ രമിച്ച് കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഭഗവാൻ സത്യഭാമയോടുകൂടി തന്നെ പാഞ്ചാലിയുടെ വിവാഹം പ്രമാണിച്ച് പാഞ്ചാല നഗരത്തിലേക്ക് പോയി. പിന്നെ പാണ്ഡവന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഹസ്തിനപുരിയിൽ കുറച്ച് ദിവസം താമസിച്ചു. അങ്ങനെ ശക്രപ്രസ്ഥം പുരം സംവിധായ ആഗതഃ അഭൂഹു. ഈ ഇന്ദ്രപ്രസ്ഥം എന്ന ഒരു നഗരം പാണ്ഡവന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുക കൂടി ചെയ്തിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി വന്നു. ആ ഹസ്തിനപുരത്തിൽ താമസിക്കുന്ന സമയത്ത് ഭഗവാൻ അസുരശില്പിയായ മയനെ കൊണ്ട് അർജുനന് ഒരു സഭാമണ്ഡപം പണിയിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ദേവശില്പിയെ കൊണ്ട് ഇന്ദ്രപ്രസ്ഥവും പണിയിപ്പിച്ചു കൊടുത്തു. ഇനി രണ്ടാമത്തെ ശ്ലോകം. ഭദ്രാം ഭവദവരജാം കൗരവേണാർത്ഥ്യമാനാം ത്വദ്വാജാതാമഹൃതകുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായഃ. പദമുറിച്ച് പറയാം. ഭദ്രാം ഭവത് അവരജാം കൗരവേണാർത്ഥ്യമാനാം ത്വദ്വാജ താം അഹൃത കുഹനാമസ്കരി ശക്രസൂനുഃ തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായഃ.
ഭവത് അവരജാം അങ്ങയുടെ അനുജത്തിയും, കൗരവേണ അർത്ഥ്യമാനം കൗരവനാൽ എന്ന് പറയുമ്പോൾ ദുര്യോധനനാൽ അർത്ഥിക്കപ്പെട്ടിട്ടുള്ളവളും എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കപ്പെട്ടിട്ടുള്ളവനും ആയ ഭദ്ര കൗരവനാൽ ദുര്യോധനനാൽ ആഗ്രഹിക്കപ്പെട്ടവളുമായ ഭദ്രാം താം ഭദ്രാം എന്ന് പറയുമ്പോൾ ഭദ്രയായ എന്നിവിടെ ആദ്യത്തെ ഭദ്രയായ താം അവളെ എന്ന് പറയുമ്പോൾ സൗഭാഗ്യവതിയായ താം ഭദ്രാം ആ ഭദ്രയെ ആ സുഭദ്രയെ കുഹനാമസ്കരി ചക്രസൂനഹ കുഹനാമസ്കരി കപട സന്യാസിയുടെ ഭാവത്തിൽ ശക്രസൂനഹ ശക്രൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ശക്രസൂനഹ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ്റെ പുത്രൻ അർജുനൻ. അപ്പോൾ കുഹനാമസ്കരിയായ അർജുനൻ കപട സന്യാസിയായി വന്ന അർജുനൻ ത്വത് വാച അഹൃത ഭഗവാനെ ത്വത് വാച അങ്ങയുടെ വാക്കിനാൽ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അനുവാദത്തോടുകൂടി തന്നെ അഹൃത അപഹരിച്ചു. തത്ര ക്രുദ്ധം ബലം തത്ര എന്ന് വെച്ചാൽ അവിടെ അതിൽ ആ കാര്യത്തിൽ ആ അപഹരിച്ച ആ കാര്യത്തിൽ ക്രുദ്ധം ബലം ക്രോധിച്ച ആ ബലരാമനെ അപഹരിക്കുന്നത് കണ്ട് കോപിഷ്ഠനായ ആ ബലരാമനെ അനുനയിപ്പിച്ചിട്ട് പ്രിയ സഖാവിൻ്റെ സന്തോഷത്തിനായിട്ട് എന്ന് പറയുമ്പോൾ സുഹൃത്തായ അർജുനനെ സന്തോഷിപ്പിക്കാനായിട്ട് സത്യഭാമയോട് കൂടിയിട്ട് അതുപോലെ തന്നെ തേന സാർത്ഥം ആ ബലരാമനോട് കൂടിയിട്ടും എന്ന് പറയുമ്പോൾ സത്യഭാമയോടും ബലരാമനോടും കൂടിയിട്ട് ശക്രപ്രസ്ഥം പ്രത്യേകാഹ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഭഗവാൻ വീണ്ടും എഴുന്നള്ളി. ഭഗവാന്റെ സഹോദരിയാണ് സുഭദ്ര. അപ്പോൾ ഭഗവാന്റെ സഹോദരിയും അതുപോലെ ദുര്യോധനെ ദ്വന്ദ്വയുദ്ധം പഠിപ്പിച്ചത് ബലരാമനാണ്. അപ്പോൾ ബലരാമൻ എന്ന് പറയുമ്പോൾ ഗുരുവാണ്, ഗുരു ശിഷ്യന്മാരാണ്. ദുര്യോധനൻ ശിഷ്യനാണ്. അപ്പോൾ ദുര്യോധനൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സുഭദ്രയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന്. ബലരാമൻ അത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ദുര്യോധനൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള ആ സുന്ദരിയും സുശീലയുമായ ആ സുഭദ്രയെ ദ്വാരകയിൽ താമസിച്ചിരുന്ന അർജുനൻ ഭഗവാന്റെ മൗനാനുവാദത്തോടെ ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് ആ സുഭദ്രയെ അപഹരിച്ചു. അതറിഞ്ഞ് കോപിച്ച ബലരാമൻ കോപിക്കാനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ശിഷ്യനായ ദുര്യോധനന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോപിച്ച തത്ര ക്രുദ്ധം ബലം അനുനയൻ കോപിച്ച ആ ബലരാമനെ അനുനയിപ്പിച്ചിട്ട് സമാധാനിപ്പിച്ചിട്ട് പിന്നീട് അർജുനനെ സന്തോഷിപ്പിക്കാനായിട്ട് അർജുനനും സുഭദ്രയും താമസിക്കുന്ന പാണ്ഡവരുടെ രാജധാനിയായ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഭഗവാൻ സത്യഭാമയെയും ബലരാമനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് എഴുന്നള്ളി, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എഴുന്നള്ളി. ഇനി മൂന്നാമത്തെ ശ്ലോകം. തത്ര ക്രീഡന്നഭിചയമുനാ കൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഗണ്ഡവ പ്രീണിതാഗ്നി ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവപൈതൃശ്വസേയീം രാജ്ഞാ മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദാമവന്തീം. പദമുറിച്ച് പറയാം. തത്ര ക്രീഡൻ അഭി ച യമുനാ കൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഃ ഖാണ്ഡവ പ്രീണിത അഗ്നിഃ ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവ പൈതൃശ്വസേയീം രാജ്ഞാ മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദാമവന്തീം. അഭിച്ച എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, തത്ര ക്രീഡൻ. അപ്പോൾ എന്താണ് ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അങ്ങനെ എല്ലാവരോടും കൂടി എഴുന്നള്ളി. പിന്നെ അത് മാത്രമല്ല,
അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്ന സമയത്ത് തത്ര ക്രീഡൻ, അവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന യമുനാ തീരത്തിൽ യമുന കൂല ദൃഷ്ടാം, യമുനാ കൂല എന്ന് പറയുമ്പോൾ യമുനാ തീരത്തിൽ ദൃഷ്ടാം കാണപ്പെട്ട താം കാളിന്തിയും, ആ കാളിന്തിയെ ഗൃഹീത്വ പരിഗ്രഹിച്ചിട്ട് ഗാണ്ഡവ പ്രീണിത അഗ്നിഹി, ഗാണ്ഡവ ദഹനം നടക്കുന്ന സമയത്ത് അർജുനനെ സഹായം ചെയ്ത ഗാണ്ഡവ പ്രീണിത അഗ്നിഹി, ഗാണ്ഡവം ദഹിപ്പിക്കുന്ന, ഗാണ്ഡവ വനം ദഹിപ്പിക്കുന്ന സമയത്ത് അർജുനന് സഹായം ചെയ്ത അഗ്നിഹി, ആ അഗ്നിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്തിട്ട് നഗരം അഗമഹ, ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. ദേവ, ഗുരുവായൂരപ്പ, ഭ്രാതൃത്രസ്താം, അത് കഴിഞ്ഞ് ആ കാളിന്തി വിവാഹം കഴിച്ചിട്ട് പിന്നീട് മിത്രവിന്ദയെ വിവാഹം കഴിച്ച കാര്യമാണ് അടുത്ത 2 വരിയിൽ പറയണത്. ദേവ, ഭഗവാനെ, ഭ്രാതൃത്രസ്താം പ്രണയവിവശാം, സഹോദരന്മാരെ ഭയപ്പെട്ടിരുന്നവളും അതുപോലെ തന്നെ ഭഗവാനിലെ അനുരാഗ വിവശയായിരുന്നവളുമായ പൈതൃശ്വസേയിയും അച്ഛൻ പെങ്ങളുടെ മകളും അവന്തിയും അവന്തി രാജകുമാരിയുമായ മിത്രവിന്ദയെ രാജ്ഞാമധ്യേ, രാജാക്കന്മാരുടെ ഇടയിൽ വെച്ച് സപതി ജഹൃഷെ, പെട്ടെന്ന് തന്നെ അപഹരിച്ചു എന്ന് പറയുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എഴുന്നള്ളുക മാത്രമല്ല, അവിടെ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ അങ്ങനെ ഇരുന്ന സമയത്ത് യമുനാ തീരത്ത് നായാട്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് കാളിന്തിയെ ഭഗവാൻ വിവാഹം കഴിച്ചു. ഗാണ്ഡവ പ്രീണിത അഗ്നിഹി എന്ന് പറയുമ്പോൾ ഗാണ്ഡവ ദാഹത്തിൽ അർജുനന് സഹായം ചെയ്ത് അഗ്നിയെ പ്രീതിപ്പെടുത്തിയിട്ട് എന്ന് പറയുമ്പോൾ കാളിന്തിയെ വിവാഹം കഴിച്ചതിന് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിലിരിക്കുമ്പോൾ അർജുനനും കൃഷ്ണനും കൂടിയിട്ട് ഗാണ്ഡവ വനത്തിലേക്ക് നടക്കാൻ പോയി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അഗ്നിദേവൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ അവിടെ വരികയാണ്. എന്നിട്ട് കൃഷ്ണൻ്റെയും അർജുനൻ്റെയും ഒക്കെ പാദത്തിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ അഗ്നിദേവനാണ്. ഒരു രാജാവ് 100 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തി ആ 100 വർഷവും നെയ്യ് കഴിച്ച് എനിക്ക് ദഹനക്കേട് വന്നു എന്നാണ്. അപ്പോൾ ഞാൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഗാണ്ഡവ വനത്തിൽ ദേവവിരോധികളായ ചില മൃഗങ്ങളുണ്ട്, അവരുടെ മാംസം ഭക്ഷിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ട് അഗ്നി ഗാണ്ഡവ വനം കത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ വനത്തിലാണ് ഇന്ദ്രൻ്റെ കൂട്ടുകാരനായ തക്ഷകൻ താമസിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അഗ്നി ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രൻ മഴ പെയ്യിക്കും. 7 തവണ ശ്രമിച്ചിട്ടും വനം ദഹിപ്പിക്കാൻ സാധിച്ചില്ല ഇന്ദ്രന്. അപ്പോൾ അഗ്നിദേവൻ വീണ്ടും ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത് കൊണ്ട് 7 തവണ ശ്രമിച്ചിട്ടും അഗ്നിക്ക് ദഹിപ്പിക്കാൻ സാധിച്ചില്ല വനം. അപ്പോൾ അങ്ങനെ വീണ്ടും അഗ്നിദേവൻ ബ്രഹ്മാവിൻ്റെ അടുത്തെത്താണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, കുറച്ചുകൂടെ ക്ഷമിക്കാം. കൃഷ്ണാവതാര കാലത്ത് അർജുനനും കൃഷ്ണനും കൂടി അവിടെ വരും, അവർ വേണ്ടത് ചെയ്തു തരും. അപ്പം അങ്ങനെ അഗ്നിദേവൻ അർജുനൻ്റെയും കൃഷ്ണൻ്റെയും അടുത്തേക്ക് വരികയാണ്. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുണൻ ആയുധങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. അർജുനനെ ഗാണ്ഡീവം കൊടുത്തു, കൃഷ്ണന് സുദർശനം കൊടുത്തു, രഥം കൊടുത്തു. അങ്ങനെ ഭഗവാൻ തേരാളിയായി ഗാണ്ഡീവം അങ്ങനെ ദഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും ഇന്ദ്രൻ മഴ പെയ്യിച്ചു. അപ്പം അങ്ങനെ അർജുനൻ ആ അമ്പുകളെ കൊണ്ട് ശരകൂടം നിർമ്മിച്ചു എന്നാണ്. അങ്ങനെ ശരകൂടം നിർമ്മിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോയില്ല എന്നാണ്. അപ്പം അങ്ങനെ ഇന്ദ്രന് അങ്ങനെ അഗ്നിയുടെ കാര്യം സാധിച്ചു. അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി ഇത് തൻ്റെ പുത്രനാണ് അർജുനൻ എന്ന് ഇന്ദ്രന് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ അർജുനനെ അനുഗ്രഹിച്ചു. ഗാണ്ഡവ പ്രീണിത അഗ്നിഹി, ഗാണ്ഡവ വനത്തെ ദഹിപ്പിക്കാൻ സമ്മതിച്ചതുകൊണ്ട് അഗ്നി സന്തോഷിച്ചു എന്നാണ്. ആ ഗാണ്ഡവം വനത്തെ ദഹിപ്പിക്കാൻ സാധിച്ചതുകൊണ്ട് അഗ്നി സന്തോഷിച്ചു. അങ്ങനെ അഗ്നിയെ പ്രീതിപ്പെടുത്തിയിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി. അപ്പോൾ പിന്നീട് മിത്രവിന്ദയെ വിവാഹം കഴിക്കുകയാണ്. ഭ്രാതൃത്രസ്താം എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ പേടിച്ചിരുന്നവൾ. അപ്പോൾ അവന്തിയിലെ രാജാക്കന്മാരായ വിന്ദൻ,
അനുവിന്ദൻ എന്ന പേരുള്ള 2 പേര് ദുര്യോധനൻ്റെ പക്ഷത്ത് ചേർന്നിരിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മിത്രവിന്ദ എന്ന പേരായ അവരുടെ സഹോദരിയെ ശ്രീകൃഷ്ണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഈ മിത്രവിന്ദ എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരി രാജാതിദേവിയുടെ പുത്രിയാണ്. അപ്പോൾ മിത്രവിന്ദ എന്ന പേരായ ഈ കന്യക. അപ്പം അങ്ങനെ ശ്രീകൃഷ്ണൻ സ്വയംവരത്തിന് വന്നിരിക്കുന്ന രാജാക്കന്മാർ നോക്കി നിൽക്കെ ബലാത്കാരേണ മിത്രവിന്ദയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ്. രാജ്ഞാ മധ്യേ സപതി ജഹൃഷേ, രാജാക്കന്മാരുടെ മധ്യത്തിൽ വെച്ച് പെട്ടെന്ന് അപഹരിച്ചു. ഇനി 4ാമത്തെ ശ്ലോകം. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താഭി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദദുരഥത്തെ ദേവസന്ദർദനാദ്യാ തസ്സോദര്യാ വരദ ഭവത സാപി പൈതൃശ്വസേയി. പദമുറിച്ച് പറയാം. സത്യാം ഗത്വാ പുനഃ ഉദവഹ പുനരുദവഹ നഗ്നജിത് നന്ദനാം താം ബദ്ധ്വാ സപ്ത അഭി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദദുരഥ തേ ദേവ സന്ദർദനാദി തത് സോദര്യാः വരദ ഭവതഃ സാപി പൈതൃഷസേയി. പുനഃ ഗത്വാ, പിന്നീട് ഭഗവാൻ ഗത്വ എന്ന് പറയുമ്പോൾ പോയിട്ട്, കോസലത്തിൽ പോയിട്ട്, സപ്ത അഭി വൃഷവരാൻ 7 ശ്രേഷ്ഠന്മാരായ 7 കാളകളെ സപ്തമൂർത്തി 7 മൂർത്തികളായിക്കൊണ്ട് എന്ന് പറയുമ്പോൾ 7 കാളകളെ ഒരു കൃഷ്ണൻ 7 കൃഷ്ണന്മാരായി തീർന്നിട്ട് നിമിഷ നേരം കൊണ്ട് ബദ്ധ്വാച്ച പിടിച്ച് കെട്ടിയിട്ട്, ആ ഗംഭീരന്മാരായ കാളകളെ നിമിഷ നേരം കൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് നഗ്നജിത് നന്ദനാം താം സത്യം, നഗ്നജിത്തിൻ്റെ മകളായ താം സത്യം, ആ സത്യയെ ഉദവഹ വിവാഹം ചെയ്തു. അധ ദേവ, പിന്നീട് ഗുരുവായൂരപ്പ തേ ഭദ്രാം നാമ സന്ദർദന ആദ്യാഹ, ഭദ്ര എന്ന കന്യകയെ സന്ദർദന പ്രഭൃതികളായ സന്ദർദനൻ തുടങ്ങിയ ആ ഭദ്രയുടെ സഹോദരന്മാർ പ്രദാനം ചെയ്തു, അങ്ങേക്കായിക്കൊണ്ട് കൊടുത്തു. ആ ഭദ്ര എന്ന് പറയുമ്പോൾ സഹോദരിയെ സന്ദർദനൻ മുതലായ സഹോദരന്മാർ ഭഗവാന് കൊടുത്തു. സ അഭി വരദ, അവളും വരദ ഗുരുവായൂരപ്പ ഭവതഃ പൈതൃശ്വസേയി, ആ ഭദ്രയും അങ്ങയുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാകുന്നു. അപ്പോൾ എന്ന് പറയുമ്പോൾ പിന്നീട് ഭഗവാൻ കോസല രാജ്യത്ത് ചെന്നിട്ട് 7 വലിയ കാളകളെയും 7 കൃഷ്ണന്മാരായിട്ട് പെട്ടെന്ന് പിടിച്ചു കെട്ടിയിട്ട് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിലെ ധർമ്മിഷ്ഠനായ നഗ്നജിത് എന്ന രാജാവിന് സത്യ എന്നു പേരായ അതിസുന്ദരിയായ ഒരു പുത്രിയുണ്ട്. നഗ്നജിതി എന്നും പേരുണ്ട്. അപ്പോൾ ഈ രാജാവിന് മതിച്ച 7 കാളകളുണ്ട്. അതിതീക്ഷ്ണങ്ങളായ കൊമ്പുകളും മഹാദുസ്വഭാവികളുമായ ഈ കാളകൾക്ക് മറ്റ് വീരന്മാരുടെ ശബ്ദം പോലും സഹിക്കില്ല എന്നാണ്. ശബ്ദമല്ല, മറ്റ് വീരന്മാരുടെ ഗന്ധം പോലും സഹിക്കില്ല എന്നാണ്. അപ്പോൾ ഈ കാളകളെ മെരിക്കുന്നവർക്ക് മാത്രമാണ് മകളെ വിവാഹം ചെയ്തു കൊടുക്കുക എന്ന് രാജാവ് നിശ്ചയിച്ചു. അതുകൊണ്ട് രാജാക്കന്മാർക്ക് ആർക്കും തന്നെ കന്യകയെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതറിഞ്ഞ കൃഷ്ണൻ 7 കൃഷ്ണന്മാരായിട്ട്, അല്ലെ, ഒരു കൃഷ്ണൻ 7 കൃഷ്ണന്മാരായിട്ട് 7 കാളകളെ ഒരുമിച്ച് പിടിച്ചു കെട്ടി നഗ്നജിത് നന്ദനാം താം സത്യാമുദവഹ, നഗ്നജിത്തിൻ്റെ മകളായ ആ സത്യയെ അങ്ങനെ വിവാഹം ചെയ്തു. പിന്നീട് ഭദ്രാം നാമ സന്ദർദനാദ്യ തസോദര്യാഹ പ്രദദുഹു, ഭദ്ര എന്ന കന്യകയെ സന്ദർദന പ്രഭൃതികളായ സന്ദർദനൻ തുടങ്ങിയ ഭദ്രയുടെ സഹോദരന്മാരെ പ്രദാനം ചെയ്തു, ഭഗവാന് കൊടുത്തു. ഇവിടെ സത്യയെ വിവാഹം കഴിച്ച് ദ്വാരകയിൽ സുഖമായിട്ടിരിക്കുന്ന ആ കൃഷ്ണൻ
പിതൃസഹോദരിയായ ശ്രുതകീർത്തിയുടെ പുത്രിയും കേകയ രാജ്യത്തിൽ ജനിച്ചവളുമായ ഭദ്ര എന്നു പേരായ കന്യകയെ അവളുടെ സഹോദരന്മാരായ സന്ദർദനൻ മുതലായവരുടെ അപേക്ഷ അനുസരിച്ച് വിവാഹം ചെയ്തു. ഇനി 5-ാമത്തെ ശ്ലോകം. പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ ശബരമവൃഥ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിര ഭൗമദുശ്ചേഷ്ടിതാനി. പദമുറിച്ച് പറയാം. പാർത്ഥ ആദ്യൈഹി അഭി അകൃതലവനം പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ ശബരം അവൃഥ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധ ത്വം സുരപതിഗിര ഭൗമ ദുശ്ചേഷ്ടിതാനി. പാർത്ഥാദ്യൈഹി അഭി അർജുനൻ പാർത്ഥൻ മുതലായവരും അകൃതലവനം എയ്തുകൊള്ളിക്കാൻ പറ്റാത്തതുമായ അതുപോലെ തന്നെ തോയമാത്ര അഭിലക്ഷ്യം വെള്ളത്തിൽ മാത്രം പ്രതിബിംബസ്വരൂപേണ കാണാൻ സാധിക്കുന്നതും ആയ ശബരം ലക്ഷം ചിത്വ മത്സ്യരൂപമായ ലക്ഷം ആ ലക്ഷം എന്ന് വെച്ചാൽ ചിത്വ എയ്തു മുറിച്ചിട്ട് മദ്രകന്യാം ലക്ഷ്മണാം അവൃതാഹ മദ്രരാജന്റെ മകളായ ലക്ഷ്മണയെ അവൃതാഹ പരിഗ്രഹിച്ചു. ഏവം ഇപ്രകാരം തവ വല്ലഭാഹ അഷ്ടൗ സമഭവൻ അങ്ങേക്ക് പത്നിമാര് 8 പേരായി. തത്ര മധ്യേ അതിനിടയ്ക്ക് സുരപതിഗിര ദേവേന്ദ്രന്റെ വാക്കിനാൽ സുരപതിഗിര ആ സുരപതി ദേവേന്ദ്രൻ പറഞ്ഞിട്ട് ഭൗമ ദുശ്ചേഷ്ടിതാനി ഭൗമന്റെ നരകാസുരന്റെ ദുശ്ചേഷ്ടിതാനി ദുഷ്ടപ്രവൃത്തികൾ ത്വം ശുശ്രോധ അങ്ങ് കേൾക്കാൻ ഇടയായി. നരകാസുരന്റെ ദുഷ്ടപ്രവൃത്തികളെക്കുറിച്ച് അവിടുന്ന് ദേവേന്ദ്രനിൽ നിന്ന് കേൾക്കാനിടയായി എന്ന് പറയുമ്പോൾ ഭദ്രയെ വിവാഹം കഴിച്ചതിന് ശേഷം ലക്ഷ്മണയെ വിവാഹം കഴിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ. അർജുന മുതലായ മഹാരഥന്മാർ നോക്കിയിട്ട് എയ്തുകൊള്ളിക്കാൻ പറ്റാത്തതും വെള്ളത്തിൽ മാത്രം പ്രതിബിംബ സ്വരൂപേണ കാണാൻ കഴിയുന്നതുമായ മത്സ്യരൂപമായ എയ്തു മുറിച്ചിട്ട് മദ്രരാജാവിൻ്റെ പുത്രിയും സർവ ശുഭലക്ഷണ സമ്പന്നയുമായ ലക്ഷ്മണയെ വിവാഹം ചെയ്തു. ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ തവ വല്ലഭാഹ അഷ്ടൗ സമഭവൻ അങ്ങനെ അങ്ങേക്ക് പത്നിമാരെ 8 തത്ര മധ്യേ നീ അതിനിടയിൽ നരകാസുരൻ കാട്ടിക്കൂട്ടുന്ന ദുഷ്ടതകൾ ദേവേന്ദ്രൻ പറഞ്ഞ് ഭഗവാനെ അവിടുന്ന് അറിയുകയും ചെയ്തു. ഇനി 6-ാമത്തെ ശ്ലോകം. സ്മൃതായാദം പക്ഷി പ്രവരമധിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാമുപവനമിവാരാദിഭവനം വിഭിന്ദൻ ദുർഗാണി തൃഡിതപൃതനാശോണിതരസൈ പുരം താവത് പ്രാഗ്ജ്യോതിഷമഗുരുതാ ശോണിതപുരം. പദമുറിച്ച് പറയാം. സ്മൃതായാദം പക്ഷിപ്രവരം അധിരൂഢഃ ത്വം അഗമഃ പക്ഷിപ്രവരമധിരൂഢസ്ത്വമഗമഃ വഹൻ അംഗേ ഭാമാം ഉപവനം ഇവ ആരാദിഭവനം വിഭിന്ദൻ ദുർഗാണി തൃഡിത പൃതന ശോണിതരസൈഃ പുരം താവത് പ്രാഗ്ജ്യോതിഷമഗുരുതാഃ ശോണിതപുരം. സ്മൃത ആയാദം സ്മരിക്കുമ്പോൾ തന്നെ വന്നെത്തുന്ന പക്ഷിപ്രവരം
ആ പക്ഷി പ്രവരൻ്റെ എന്ന് പറയുമ്പോൾ പക്ഷി ശ്രേഷ്ഠൻ്റെ ഗരുഡൻ്റെ പുറത്ത് അതിരൂഢ കയറിയിട്ട് ത്വം അവിടുന്ന് ഭാമാം അങ്കേ വഹൻ സത്യഭാമയെ മടിയിലിരുത്തിക്കൊണ്ട് ഉപവനം ഇവ ഉദ്യാനത്തിലേക്ക് പോകുന്ന ലാഘവത്തോടെ ഉപവനമിവ ആരാധിഭവനമഗമഹ ശത്രുവിൻ്റെ ഗൃഹത്തിലേക്ക് വാസസ്ഥലത്തിലേക്ക് കടന്നു ചെന്നു. താവത് അപ്പോൾ ദുർഗാണി വിഭിന്ദൻ കോട്ടകളെല്ലാം താവത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ കടന്നു ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ദുർഗാണി വിഭിന്ദൻ കോട്ടകളെല്ലാം തകർത്തിട്ട് ത്രുടിതഭൃതന ശോണിതരസൈഹി ത്രുടിതഭൃതന അരിഞ്ഞു വീഴ്ത്തിയ സൈന്യത്തിൻ്റെ ശോണിതരസൈഹി നീരൊഴുക്കുകൾ എന്ന് പറയുമ്പോൾ രക്തപ്രവാഹം കൊണ്ട് ചുവന്ന ആ രക്തപ്രവാഹം കൊണ്ട് പ്രാഗ്ജ്യോതിഷപുരത്തെ ശോണിതപുരം അഗുരുദാഹ ശോണിതപുരമാക്കി തീർത്തു എന്നാണ്. പ്രാഗ്ജ്യോതിഷപുരത്തെ ശോണിതപുരമാക്കി തീർത്തു എന്ന് പറയുമ്പോൾ സ്മൃത ആയാതം പക്ഷിപ്രവരം അതിരൂഢഹാത്വം നരകാസുരൻ ചെയ്ത ഘോരകൃത്യങ്ങൾ ഇന്ദ്രൻ സത്യഭാമയുടെ ഗൃഹത്തിൽ ചെന്ന് ശ്രീകൃഷ്ണനോട് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞത് കേട്ട ഉടനെ കൃഷ്ണൻ ഗരുഡനെ സ്മരിച്ചു. ഉടനെ തന്നെ ഗരുഡൻ വന്നു. ഗരുഡൻ്റെ പുറത്ത് കയറി ഭഗവാൻ നരകാസുരൻ്റെ കൊട്ടാരത്തിലെത്തി. അപ്പം നരകാസുരവധം എന്ന് പറയുന്നത് ഭഗവാനൊരു വിനോദം മാത്രമാണ്. അപ്പം ഇവിടെ ഭാമാമങ്കേവഹൻ ഭാര്യയെ ഭാമയെ മടിയിലിരുത്തിയിട്ടാണ് പോണത്. അപ്പോൾ എന്നാണ് പറയുന്നത്? ഭാമാം അങ്കേവഹൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്താണ്? അതൊക്കെ ഭഗവാനൊരു വിനോദം മാത്രമാണ്. അപ്പോൾ സത്യഭാമയെ മടിയിലിരുത്തിക്കൊണ്ടാണ് യുദ്ധത്തിന് പോണത്. അപ്പോൾ സത്യഭാമയെയും കൊണ്ട് നരകാസുരൻ്റെ അടുത്ത് പോയതിന് ഭഗവാനെ ഒരു ഉദ്ദേശമുണ്ട്. അത് എന്താണ്? ഒരിക്കൽ നാരദ മഹർഷി ഒരു പാരിജാത പുഷ്പം കൃഷ്ണന് കൊണ്ടുവന്ന് കൊടുത്തു. കൃഷ്ണൻ അത് രുക്മിണിക്ക് കൊടുത്തു. ഇത് കണ്ട സത്യഭാമയ്ക്ക് ദേഷ്യായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിനക്ക് ഞാൻ പാരിജാത വൃക്ഷം തന്നെ കൊണ്ടുവന്ന് തരും. അങ്ങനെ കൃഷ്ണൻ രഹസ്യമായിട്ട് സത്യഭാമയോട് പറഞ്ഞ ആ സത്യം പാലിക്കാനാണ് സത്യഭാമ സഹിതനായിട്ട് പോയത് എന്ന് ചില ആളുകൾ പറയുന്നു. ഇനി ഭൂമിയുടെ പുത്രനായ നരകാസുരനെ ഭൂമിദേവിയുടെ സമ്മതപ്രകാരം അല്ലാതെ വധിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭൂമിദേവിയുടെ സമ്മതപ്രകാരം മാത്രമേ വധിക്കുകയുള്ളൂ എന്ന് കൃഷ്ണൻ ഭൂമിദേവിയോട് ചെയ്ത ആ സത്യം പരിപാലിക്കാൻ ഭൂമിയുടെ അംശമായ സത്യഭാമയെ കൂടെ യുദ്ധത്തിന് കൊണ്ടുപോയി എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഗരുഡവാഹനത്തിൽ കയറി പോകാനുള്ള കാരണം, അതിനും ഒരു കാരണം പറയുന്നുണ്ട്. നരകാസുരൻ്റെ പുരത്തിലെ ശത്രുക്കൾ കടക്കാതിരിക്കാൻ ദുർഗങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ചുറ്റും പർവ്വതങ്ങളുണ്ട്, പർവ്വത തുല്യങ്ങളായ ഉയർന്ന മതിലുകളുണ്ട്, അഗാധമായ കിടങ്ങുകളുണ്ട്. അതിനെയും കടന്നാൽ നാലുഭാഗത്തും ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിയാണ്. ആ അഗ്നിയെയും കടന്നു ചെന്നാൽ ചക്രം പോലെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റുണ്ട്. അപ്പം അതും കടന്നാൽ മുരാസുരൻ്റെ പാശങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ ദുർഗമായതുകൊണ്ട് ഭഗവാൻ ഗരുഡവാഹനത്തിലേറി അങ്ങോട്ട് പോയി എന്ന് പറയുന്നു. ഇനി ത്രുടിതഭൃതന ശോണിതരസൈഹി പ്രാഗ്ജ്യോതിഷം പുരം ശോണിതപുരം അഗുരുദാഹ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഭഗവാൻ ആ കോട്ടകളൊക്കെ തകർത്ത് അരിഞ്ഞു വീഴ്ത്തിയ സൈന്യത്തിൻ്റെ രക്തമാകുന്ന നീരൊഴുക്കുകൊണ്ട് പ്രാഗ്ജ്യോതിഷപുരത്തെ ശോണിതപുരമാക്കി തീർത്തു എന്നാണ്. പ്രാഗ്ജ്യോതിഷപുരം എന്നത് നരകാസുരൻ്റെ കൊട്ടാരം. ശോണിതപുരം എന്ന് പറയുമ്പോൾ ചുവന്ന കൊട്ടാരം, രക്തം കൊണ്ട് ചുവന്ന കൊട്ടാരം. അപ്പം നരകാസുരൻ്റെ കൊട്ടാരത്തെ രക്തം കൊണ്ട് ചുവന്ന ശോണിതപുരമാക്കി തീർത്തു. ഇനി 7ാമത്തെ ശ്ലോകം. മുരസ്ത്വാം പഞ്ചാസ്യോ ജലധിവനമധ്യാദുദപതത് സചക്രേ ചക്രേണ പ്രതലിതശിരാമംശു ഭവതാ ചതുർദന്തൈർദന്താവളപതിഭിരിന്ധാനസമരം രഥാംഗേന ഛിത്വാ നരകമകരോസ്തീർണനരകം. പദമുറിച്ച് പറയാം. മുരസ്ത്വാം പഞ്ചാസ്യഃ ജലധിവനമധ്യാത് ഉദപതത് സ ചക്രേണ പ്രതലിത ശിരാ മംശു ഭവതാ
ചതുർദന്തൈഃ ദന്താവളപതിഭിഃ ഇന്ധാനസമരം. ചതുർദന്തൈർദന്താവളപതിഭിരിന്ധാനസമരം രഥാംഗേന ഛിത്വാ നരകം അകരോത് തീർണനരകം. നരകമകരോസ്തീർണനരകം. പഞ്ചാസ്യഃ പഞ്ച ആസ്യം എന്ന് വെച്ചാൽ 5 മുഖം, 5 മുഖങ്ങളുള്ള മുരാസുരൻ ജലധിവനമധ്യാത് ആ കിടങ്ങിലെ ജലത്തിനുള്ളിൽ നിന്ന് ത്വാം ഉദപതത് ഭഗവാനെ കണ്ടപ്പോൾ ആ മുരൻ ഭഗവാന്റെ മുമ്പിലേക്ക് അങ്ങനെ ചാടി വീണു എന്നാണ്. ഉദപതത് ചാടി വീണു. സഹ ഭവത പിന്നീട് അവനെ ഭഗവാൻ ചക്രേണ മങ്ഷു ചക്രം കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രതലിത ശിരാഹ ചക്രേ പ്രതളിക്കപ്പെട്ട ശിരസ്സോടു കൂടിയവനാക്കി തീർത്തു എന്ന് പറയുമ്പോൾ പിളർന്ന അങ്ങനെ ദളിക്കപ്പെട്ട ശിരസ്സോടു കൂടിയവനാക്കി തീർത്തു എന്ന് പറയുമ്പോൾ അവൻ്റെ കഴുത്ത് അറുത്തു എന്ന് പറയാണ്. പിന്നീട് ദന്താവളപതിഭിഃ ചതുർദന്തൈഃ ഗംഭീരന്മാരായ ചതുർദന്തൈഃ 4 കൊമ്പനാനകളെ ഇന്ധാനസമരം ആ 4 കൊമ്പനാനകളോട് കൂടി വരിക. അടുത്തത് നരകാസുരൻ്റെ വധത്തെ പറ്റി പറയാണ്. ആദ്യ ഭാഗം മുരാസുരനെ വധിച്ചത് പറയാണ്. രണ്ടാമത്തെ ഭാഗം കൊണ്ട് ഈ ശ്ലോകത്തിൽ നരകാസുരനെ വധിച്ച കാര്യം പറയാണ്. അപ്പം അങ്ങനെ ആ മുരാസുരൻ്റെ തല അറുത്തിട്ട് പിന്നീട് ഗംഭീരന്മാരായ ചതുർദന്തൈഃ 4 കൊമ്പനാനകളോടുകൂടി വന്ന നരകാസുരനെ ഈ നരകം ഇന്ധാനസമരം ആ നരകാസുരനെ ഗംഭീരമായ യുദ്ധം സമരം എന്ന് പറഞ്ഞ യുദ്ധം, ഇന്ധാനം എന്ന് വെച്ചാൽ ജ്വലിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ആ യുദ്ധത്തിൽ നരകാസുരനെ രഥാംഗേന ചിത്വ ചക്രം കൊണ്ട് അറുത്തിട്ട് തീർണ നരകമകരോഹോ എന്ന് പറയുമ്പോൾ തീർണ നരകനാക്കി തീർത്തു എന്ന് പറയുമ്പോൾ എന്താ പറയുക, നരകത്തിൽ നിന്ന് കയറിയവനാക്കി തീർത്തു എന്ന് പറയുമ്പോൾ മോക്ഷം കൊടുത്തു എന്ന് അർത്ഥം. ഇപ്പോൾ ഭഗവാന്റെ ശംഖനാദം കേട്ടിട്ട് എന്ന് പറയുമ്പോൾ ആ ചുവന്ന പുരമാക്കി തീർത്തു അല്ലേ. ആ പ്രാഗ്ജ്യോതിഷപുരത്തെ ശോണിതപുരമാക്കി തീർത്തിട്ട് അങ്ങനെ ഭഗവാൻ അവിടെ ശംഖ് വിളിക്കുകയാണ്. അപ്പം ഭഗവാന്റെ ശംഖനാദം കേട്ടിട്ട് കിടങ്ങിൽ ശയിച്ചു കൊണ്ടിരിക്കുന്ന 5 തലയുള്ള മുരാസുരൻ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് മേൽപോട്ട് ഉയർന്നു വന്നു എന്നാണ്. അപ്പോൾ ഭഗവാൻ അത് കണ്ട് പെട്ടെന്ന് തന്നെ മുരാസുരൻ്റെ തല ചക്രം കൊണ്ട് അറുത്ത് കളഞ്ഞു. പിന്നീട് ശ്രേഷ്ഠരായ 4 കൊമ്പന്മാരായ അനേകം ആനകളോട് കൂടിയിട്ട് അവിടെ വന്ന നരകാസുരനെ ചക്രം കൊണ്ട് രഥാംഗേന ചക്രം കൊണ്ട് കഴുത്തറുത്ത് ആ നരകാസുരന് മോക്ഷം കൊടുത്തു. ഇനി 8ാമത്തെ ശ്ലോകം. സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രജിഘയിത നാഗാ നിജപുരീം ഖലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണാമപി ച ധനരാശിം ച വിപുലം. പദമുറിച്ച് പറയാം. സ്തുതഃ ഭൂമ്യ രാജ്യം സപതി ഭഗദത്തേ ഭഗദത്തേസ്യ തനയേ ഗജം ച ഏകം ചൈകം ദത്വാ പ്രജിഘയിത നാഗാൻ നിജപുരീം ഖലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണാമപി ച ധനരാശിം ച വിപുലം. സപതി പെട്ടെന്ന് ഭൂമ്യാസ്തുതഃ ഭൂമിദേവിയാൽ സ്തുതിക്കപ്പെട്ട അസ്യ തനയെ അദ്ദേഹത്തിൻ്റെ പുത്രനായ ഭഗദത്തന് രാജ്യത്തെയും ഏകം ഗജം ച ദത്വ ഒരു ആനയെയും ഒരു 4 കൊമ്പൻ ആനകളിലെ ഒന്നിനെയും ദത്വ കൊടുത്തിട്ട് നാഗാ നിജപുരിം മറ്റ് ആനകളെ മറ്റുള്ള ആനകളെ ഒരു ആന ഒഴിച്ച് മറ്റുള്ള ആനകളെ നിജപുരിം പ്രജിഘയിത സ്വന്തം പുരിയിലേക്ക് ദ്വാരകയിലേക്ക് പ്രജിഘയിത പറഞ്ഞയച്ചു. പുനഃ
പിന്നീട് ഖലേന ആബദ്ധാനാം, ദുഷ്ടനായ ഖലേന, ദുഷ്ടനായ ആ ദുഷ്ടനാൽ എന്ന് പറയുമ്പോൾ നരകാസുരനാൽ പിടിച്ചു കൊണ്ടുവന്ന് ആബദ്ധാനാം, പിടിച്ചു കൊണ്ടുവന്ന് ആബദ്ധാന, ബന്ധനത്തിൽ വെച്ചിരിക്കുന്ന സ്വഗത മനസ്സാം, സ്വന്തം മനസ്സോടുകൂടിയ എന്ന് പറയുമ്പോൾ സ്വയം താല്പര്യമുള്ളവരായ, അതായത് ഭഗവാനിലെ താല്പര്യം കാണിച്ച, ഭഗവാനോട് ചേരണമെന്ന് ആഗ്രഹിച്ച സ്ത്രീകളെ എന്ന് പറയുമ്പോൾ ഷോഡശ സഹസ്രാണി, 16,000 സ്ത്രീകളെയും, അഭിച്ച വിപുലം, കണക്കറ്റ അവിടെ ഉണ്ടായിരുന്ന ഷോഡശ സഹസ്രാണി അഭിച്ച 16,000 സ്ത്രീകളെയും, അതുപോലെ തന്നെ വിപുലം ധനരാശിം ച, വിപുലമായ ധനസമൂഹത്തെയും എന്ന് പറയുമ്പോൾ ആ സമൂഹത്തെയും അങ്ങോട്ട് കൊടുത്തയച്ചു, ദ്വാരകയിലേക്ക് കൊടുത്തയച്ചു. അപ്പോൾ ഇവിടെ അനന്തരം ഭൂമിദേവി വന്നിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ നരകാസുരനെ വധിച്ചപ്പോൾ ഭൂമിദേവി വന്നിട്ട് സ്തുതിക്കുകയാണ്. ഭൂമിദേവി സ്തുതിച്ച് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ഭഗവാൻ നരകാസുരൻ്റെ പുത്രനായ ഭഗദത്തന് അഭയം കൊടുത്തു. അങ്ങനെ അസ്യതനയെ ഭഗദത്തെ രാജ്യം ഏകം ഗജം ച ദത്വ, പുത്രനായ ഭഗദത്തന് രാജ്യത്തെയും 4 കൊമ്പൻ ആനയിൽ ഒന്നിനെയും കൊടുത്ത് മറ്റാനകളെയെല്ലാം ദ്വാരകയിലേക്ക് അയച്ചു. അതുപോലെ നരകാസുരൻ്റെ രാജധാനിയിൽ ചെന്ന ഭഗവാൻ നരകാസുരൻ ബലാത്കാരമായിട്ട് മറ്റ് രാജാക്കന്മാരിൽ നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന് അന്തഃപുരത്തിൽ താമസിപ്പിച്ചിരുന്ന 16,000-ലധികം സ്ത്രീകളെ അവിടെ കണ്ടു എന്നാണ്. തത്ര രാജന്യകന്യാനാം ഷഡ്സഹസ്രാധികായുധം ഭൗമാഹൃദാനാം വിക്രമ്യ രാജഭ്യോ ദദൃശേ ഹരി. ഭാഗവതം. ഈ 16,000 സ്ത്രീകളെയും കണക്കില്ലാത്ത ധനസമൂഹത്തെയും ഭഗവാൻ ദ്വാരകയിലേക്ക് അയച്ചു. സ്വഗത മനസാം ഷോഡശ സഹസ്രാണി സ്ത്രീണാം, ഭഗവാനിൽ താല്പര്യമുണ്ടായിരുന്ന 16,000 സ്ത്രീകളെ എന്ന് പറയുമ്പോൾ നരകാസുരനെ വധിച്ചതിന് ശേഷം രാജധാനിയിലേക്ക് കടന്നു വന്ന ഭഗവാനെ കണ്ടപ്പോൾ തം പ്രവിഷ്ടം ശ്രിയേ വീക്ഷ്യ നരവീരം വിമോഹിതാഹ മനസാ വവ്രിരേഭീഷ്ടം പതിം ദൈവോപസാദിതം. ഭാഗവതം. ഭഗവാനെ കണ്ടപ്പോൾ എല്ലാവരും ഒരുപോലെ മോഹിച്ചു എന്നാണ്. അപ്പോൾ തങ്ങളുടെ ഭർത്താവാകാനായിട്ട് ഭഗവാൻ തന്നെ സമീപത്ത് കൊണ്ടെത്തിച്ചതാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭഗവാനായിട്ട് തന്നെ കൊണ്ടുതന്ന പ്രിയ ഭർത്താവാണ് ഇത് എന്ന് അവർ സ്വയം അങ്ങനെ തീരുമാനിച്ചു എന്നാണ്. ഇനി 9ാമത്തെ ശ്ലോകം. ഭൗമാബാഹൃതകുണ്ടലം തദതിദേർദാതും പ്രയാദോ ദിവം ശക്രാദ്യേർമഹിതഃ സമം ദയിതയാ ദ്യുസ്ത്രീഷു ദത്തഹ്രിയാം ഹൃത്വാ കൽപ്പതരും രുഷാഭിപതിതം ജിത്വേന്ദ്രമഭ്യാഗമസ്തത്തു ശ്രീമദദോഷ ഈദൃശ ഇതി വ്യാഖ്യാതുമേവാകൃതാഃ. പദം മുറിച്ച് പറയാം. ഭൗമാപഹൃതകുണ്ടലം തത് അതിദേഹേ ധാതും തദതിദേർധാതും പ്രയാദഃ ദിവം ശക്ര ആദേഹി മഹിതഃ ശക്രാദേർമഹിതഃ സമം ദയിതയാ ദ്യുസ്ത്രീഷു ദത്തഹ്രിയാഃ ഹൃത്വാ കൽപ്പതരും രുഷാഭിപതിതം ജിത്വാ ഇന്ദ്രം അഭ്യാഗമഃ തത് തു ശ്രീമദ ദോഷ ഈദൃശ ഇതി വ്യാഖ്യാതും ഏവ അകൃതാഃ. അതിദേഹേ തത് ഭൗമ അപാഹൃതകുണ്ടലം. അതിദേഹേ അതിഥിയുടെ തത് ഭൗമ അപഹൃത, ആ ഭൗമനാൽ അപഹരിക്കപ്പെട്ട നരകാസുരനാൽ തട്ടിക്കൊണ്ടുപോന്ന അതിഥിയുടെ കുണ്ടലം ധാതു, കുണ്ടലം കൊണ്ട് കൊടുക്കാനായിട്ട് ദിവം പ്രയാതഃ സ്വർഗത്തിലേക്ക് ഭഗവാൻ പോയി. ദ്യുസ്ത്രീഷു ആ ദേവസ്ത്രീകൾക്ക് കൂടി ദത്തഹ്രിയ നാണം തോന്നിച്ച, ലജ്ജ തോന്നിച്ച, ദയിതയാസമം അതായത് സൗന്ദര്യം കൊണ്ട്, ആ സത്യഭാമയുടെ സൗന്ദര്യം കൊണ്ട് ദേവസ്ത്രീകൾക്ക് കൂടി നാണം വരുത്തിയ, ലജ്ജ തോന്നിച്ച
ആ സത്യഭാമയോടൊപ്പം ദൈതയ സമം സത്യഭാമയോട് കൂടിയിട്ട് ഭാര്യയോട് കൂടിയിട്ട് ശക്രാദേഹി മഹിത ശക്രാദേഹി ദേവേന്ദ്രൻ മുതലായവരെ മഹിത സൽക്കരിച്ചു. കൽപ്പതരും ഹൃത്വ പിന്നീട് പാരിജാതം അപഹരിച്ചതിൽ രുഷ കോപിഷ്ഠനായ ആ ഇന്ദ്രൻ അഭിപതിതം കോപിഷ്ഠനായിട്ട് എതിർത്ത് വന്ന ഇന്ദ്രനെ ജയിച്ചിട്ട് അഭ്യാഗമഹ ദ്വാരകയിലേക്ക് പോന്നു. തത് തു അതാകട്ടെ ശ്രീമദദോഷ ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചാൽ ഈദൃശ ഇതി ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ആ ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചവർക്ക് അവരെ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് ഇതി വ്യാഖ്യാതും ഏവ അകൃതാഹ എന്ന് ലോകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയാണ് അവിടുന്ന് അത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവിടെ അതിദേഹേ ഭൗമ അപഹൃത കുണ്ടലം ധാതും ദിവം പ്രയാത നരകാസുരൻ തട്ടിക്കൊണ്ടുവന്ന അതിഥിയുടെ കുണ്ടലം തിരിച്ചു കൊടുക്കാനായിട്ട് ദിവം പ്രയാത സ്വർഗത്തിലേക്ക് ഭഗവാൻ പോയി. അപ്പോൾ ഇവിടെ നരകാസുരൻ ഒരിക്കലെ വരുണൻ്റെ ഛത്രത്തെ അപഹരിച്ചു. ഇന്ദ്രൻ്റെ മാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും മഹാമേരുവിലെ ഇന്ദ്രനുള്ള മണിപർവ്വതം എന്ന സ്ഥാനവും നരകാസുരൻ നേരത്തെ അപഹരിച്ചു. അപ്പം ഇങ്ങനെയുള്ള നരകാസുരൻ്റെ ഉപദ്രവം അസഹ്യമായപ്പോഴാണ് ഇന്ദ്രൻ നരകാസുരൻ്റെ ഘോരകൃത്യങ്ങൾ കൃഷ്ണനെ അറിയിക്കുന്നത്. അപ്പം നരകാസുരനെ വധിച്ച് അതിഥിയുടെ കുണ്ടലങ്ങൾ തിരിച്ചു കൊടുക്കാനായിട്ട് ഭഗവാൻ സ്വർഗത്തിലേക്ക് പോയതാണ്. അപ്പോൾ ദേവസ്ത്രീകൾക്ക് കൂടി ലജ്ജ തോന്നിപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ ആ സത്യഭാമയെയും കൂടെ ഭഗവാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ അതിഥിയുടെ കുണ്ടലങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ഇന്ദ്രനും മറ്റ് ദേവന്മാരും ഭഗവാനെ സൽക്കരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കൽപ്പതരും ഹൃത്വ രുഷ അഭിപതിതം ഇന്ദ്രം ജിത്വ അഭ്യാഗമഹ എന്നാണ്. പാരിജാതം അപഹരിച്ചതിനാൽ കോപിച്ച ഭഗവാനോട് പാരിജാതം അപഹരിച്ചത് കൊണ്ട് ഇന്ദ്രൻ കോപിച്ചിട്ട് ഭഗവാനോട് എതിർക്കാൻ വന്ന ആ ദേവേന്ദ്രനെ തോൽപ്പിക്കുകയും ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്ക് കൊടുത്ത ആ വാക്കനുസരിച്ച് സ്വർഗത്തിൽ നിന്ന് പാരിജാത വൃക്ഷം പറിച്ചെടുത്തു ഭഗവാൻ. ഇത് കണ്ട ഇന്ദ്രൻ ക്രുദ്ധിച്ച് എതിർക്കാൻ വന്നു. അപ്പം അങ്ങനെ ഇന്ദ്രനെ തോൽപ്പിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തത് തു അതാകട്ടെ ഇപ്പം ഇവിടെ ഇന്ദ്രൻ അപേക്ഷിച്ചതനുസരിച്ച് നരകാസുരൻ്റെ ദ്രോഹങ്ങൾ ഒഴിവാക്കാനും അതിഥിയുടെ കുണ്ടലങ്ങൾ തിരിച്ചു കൊടുക്കാനുമാണ് ഭഗവാൻ സ്വർഗത്തിലേക്ക് വന്നത്. അപ്പം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പാരിജാതം അപഹരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ യുദ്ധത്തിന് വരികയാണ്. സഹായിച്ച ആളോട് തന്നെ എതിർക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറയാണ് തതത്തു ശ്രീമദദോഷ ഈദൃശ ഇതി വ്യാഖ്യാതും ഏവ അകൃതാഹ ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചവർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്ന് ലോകർക്ക് മനസ്സിലാക്കി കൊടുക്കാനാവും ഭഗവാൻ ആ പാരിജാതം അപഹരിച്ചത് എന്നിവിടെ മേൽപ്പത്തൂർ പറയുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഉപകാരസ്മരണ തീരെ ഉണ്ടാവില്ല എന്നിവിടെ കാണിച്ചു തരികയാണ്. ഇനി 10ാമത്തെ ശ്ലോകം. കൽപദ്രും സത്യഭാമാ ഭവനഭുവി സൃജൻ ദ്വഷ്ടസാഹസ്രയോഷാഃ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവപുർലാളയൻ കേളിഭേദൈഃ ആശ്ചര്യാൻ നാരദാലോകിത വിവിധഗതിസ്തത്ര തത്രാഭിഗേഹേ ഭൂയ സർവാസു കുർവൻ ദശ തനയാൻ പാഹി വാദാലയേശ. പദമുറിച്ച് പറയാം. കൽപദ്രും സത്യഭാമാഭവനഭുവി സൃജൻ ദ്വഷ്ടസാഹസ്രയോഷാഃ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവപുഃ ലാളയൻ കേളിഭേദൈഃ ആശ്ചര്യാത് നാരദ ആലോകിത വിവിധഗതിഃ തത്ര ആശ്ചര്യാൻ നാരദാലോകിത വിവിധഗതിസ്തത്ര തത്രാപി ഗേഹേ ഭൂയഃ സർവാസു കുർവൻ ദശ തനയാൻ പാഹി വാദാലയേശ. സത്യഭാമാഭവനഭുവി എന്ന് പറയുമ്പോൾ സത്യഭാമയുടെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് കൽപദ്രും സൃജൻ
ആ പാരിജാതത്തെ നട്ടു. ദ്വിഷ്ടസഹസ്രയോഷാഹ സ്വീകൃത്യ, പിന്നീട് ദ്വിഷ്ടസഹസ്രയോഷാഹ 16,000 സുന്ദരിമാരെയും സ്വീകരിച്ചു, പരിഗ്രഹിച്ചു. വിഹിത ബഹുവബുഹു, നാനാ ശരീരങ്ങൾ കൈക്കൊണ്ട് ഓരോ നാനാ ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ 16,008 സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് ഒരാൾ തന്നെ പല ശരീരങ്ങളെടുത്തുകൊണ്ട് പലതായിട്ട്, ഒന്നായ ഭഗവാൻ പലതായിട്ട് പ്രത്യേകാരം കേളിഭേദഹിലാളയൻ, ഓരോ തരം വിശേഷങ്ങൾ കൊണ്ട് ഓരോ തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഓരോ സ്ത്രീയെയും അവിടുന്ന് ലാളിച്ചു കൊണ്ടിരിക്കുമ്പോൾ തത്ര അവിടെ ഗേഹേ അഭി, ഓരോ ഗൃഹത്തിലും ഓരോരോ അപ്പോൾ ഓരോ ഭാര്യമാർക്ക് ഓരോ ഗൃഹങ്ങളാണ്. അപ്പോൾ ഓരോ ഗൃഹത്തിലും ആശ്ചര്യം കൊണ്ട് നാരദ ആലോകിത വിവിധ ഗതി, ഭഗവാന്റെ ആ വിവിധ തരത്തിലുള്ള ആ ഗതിവിശേഷങ്ങൾ, ആ പ്രവൃത്തികൾ ആശ്ചര്യത്തോടെ ഭഗവാൻ, ആ നാരദ മഹർഷി അത് നോക്കി കണ്ടു എന്നാണ്. അങ്ങനെ അത് കണ്ടിട്ട് ഓരോ വീട് തോറും നാരദ മഹർഷി അവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ട് അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു എന്നാണ്. അപ്പോൾ ഭൂയഹ, വീണ്ടും സർവാസു ദശ തനയാൻ കുറുവൻ, പിന്നീട് പിന്നീട് എല്ലാ പത്നിമാരിലും, സർവാസു എല്ലാവരിലും എന്ന് പറയുമ്പോൾ എല്ലാ പത്നിമാരിലും ദശ തനയാൻ 10 പുത്രന്മാരെ കുറുവൻ ഉണ്ടായി. ഇപ്പം എല്ലാ ഭാര്യമാരിലും ഭഗവാന് 10 പുത്രന്മാർ ഉണ്ടായി. പാതാലയേശ പാഹി, ഭഗവാനെ രക്ഷിക്കണേ. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പാരിജാത വൃക്ഷം ഭഗവാൻ സത്യഭാമയുടെ കൊട്ടാരം മുറ്റത്ത് തന്നെ നടുകയാണ്. അപ്പോൾ നരകാസുരൻ്റെ തടവിൽ നിന്ന് മോചിപ്പിച്ച 16,000 സുന്ദരിമാരെയും ഭഗവാൻ വിവാഹം ചെയ്തു. അത് പിന്നീട് യോഗബലം കൊണ്ട് ഒന്നായ ഭഗവാൻ പലതായി മാറിയിട്ട് ഓരോ പത്നീഗൃഹത്തിലും ഓരോ സ്ത്രീയെയും ഒരുപോലെ രമിപ്പിച്ചു എന്നാണ്. അപ്പോൾ തത്ര അഭിഗേഹേ ആശ്ചര്യാത് നാരദ ആലോകിത വിവിധ ഗതിഹി, ഇത്രയധികം ഭാര്യമാരെ കൃഷ്ണൻ ഒന്നിച്ച് രമിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതെങ്ങനെയാണെന്നറിയാൻ നാരദ മഹർഷിക്ക് ഒരാഗ്രഹമുണ്ടായി. അങ്ങനെ കൃഷ്ണഭാര്യമാർക്ക് ഓരോരുത്തർക്കും ഓരോ വീടാണ്. അപ്പം നാരദ മഹർഷി ഈ 16,000 ഭവനങ്ങളിൽ ഒരു ഗൃഹത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടെ ഭഗവാൻ രുക്മിണിയോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അടുത്ത വീട്ടിൽ കയറി, അവിടെ കൃഷ്ണ മക്കളെ ലാളിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹർഷി വേറൊരു ഭവനത്തിൽ കയറി. അപ്പോൾ അങ്ങനെ അവിടെ കയറിയപ്പോൾ അവിടെ ഭഗവാൻ സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് നാരദ മഹർഷി വളരെയേറെ അത്ഭുതപ്പെട്ടു എന്നാണ്. ആശ്ചര്യാത് നാരദ ആലോകിത വിവിധ ഗതിഹി. അപ്പോൾ പിന്നീട് ആ ഭാര്യമാരിലൊക്കെ ഭഗവാന് 10 പുത്രന്മാരും ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടെ 81ാമത്തെ ദശകം സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.